ഈ മേയറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനം മുഴുവൻ എതിരായി കഴിഞ്ഞു. ജനങ്ങൾക്ക് വന്ന് അവരെ ആവശ്യങ്ങൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനമല്ല ഈ നഗരഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേയർ ചെയ്യുന്ന പണി നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കാറിൽ മേയറും ഭർത്താവും കൂടെ പോകുമ്പോൾ ചെറിയ കാറിൽ ഇരുന്നുകൊണ്ട് മുകളിലത്തെ ഡ്രൈവർ കാണിക്കുന്ന ആംഗ്യം വരെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റോഡെ ഒരു വാഹനത്തിന് അവരെ മുന്നിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അത് ബസ്സായാലും ശരി, വേറെ ഏതെങ്കിലും വാഹനമായാലും ശരി, അവർ പോകുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ നേരെ വണ്ടി കൊണ്ടിട്ട് ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും അടിക്കുകയും ചെയ്യുന്ന ഒരു മേയറാണ്. അപ്പോൾ ഈ ഇത്തരം മേയറിൻ്റെ നിന്നൊക്കെ എന്താണ് കിട്ടുന്നത്? എന്ത് ന്യായം കിട്ടുന്നത്? അഹങ്കാരം. കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു ഉന്നതമായ പദവിയിൽ എത്താൻ കഴിഞ്ഞു. ഞങ്ങളൊക്കെ 10-40 വർഷം ഇങ്ങനെ ആയിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ടേൺ ഒന്ന് കൗൺസിലർ മാത്രമേ ആവാൻ പറ്റുന്നുള്ളൂ. ഇത് ഒന്നും അറിയാതെ 21 വയസ്സ് കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മേയറാവുകയാണ്. 21 ആയില്ലെങ്കിൽ അതും ആവില്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഒരു ടേൺ കൗൺസിലർ ആകുമ്പോൾ ഏകദേശം 2 വർഷം എടുക്കും. ഇതൊന്നും പഠിച്ച് പ്രവർത്തനത്തിലോട്ട് ഇറങ്ങാൻ 2 വർഷം എടുക്കും. അപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ച് അവർക്കൊരു കളിപ്പാവേ ആവശ്യമുണ്ട്. അവർ റിമോട്ട് കൺട്രോളിൽ ഭരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരാളിനെ വേണം. അപ്പോൾ അത്തരത്തിൽ ഒരാളിനെ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അഴിമതിയാണ്. കാര്യം ചോദ്യം ചെയ്യപ്പെടാൻ പ്രാപ്തിയുള്ള ആളല്ല. അത് ഈ ഭരണാധികാരി ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് CPM പറയുന്നത് കേൾക്കും, CPM ലിസ്റ്റ് തരുന്നത് ചെയ്യും. CPM ലിസ്റ്റ് തന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് തരണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കും. ഇതൊക്കെയാണ്. അത് ഈ മേയർ മാത്രമല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അന്നുണ്ടായിരുന്ന ചെയർമാൻ മെഡിക്കൽ കോളേജിലെ സ്ഥാപനത്തിൽ നിന്ന് ലിസ്റ്റ് ആവശ്യപ്പെട്ടു, അതിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് വലിയ സാമ്പത്തിക നേട്ടത്തിന് സാമ്പത്തികം ഉണ്ടാക്കാം. ഈ വിൽപ്പന ചരക്കാണ്. കാര്യം ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി ജോലിയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, PSCയുടെ മെമ്പർ സ്ഥാനവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടുള്ള മരുമോനും ഇതെല്ലാവരും കൂടെ ചേർന്നൊരു മാഫിയ സംഘമാക്കി ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായ അതിൻ്റെ ദുരന്തങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ട് വരികയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും മോശപ്പെട്ടതെന്ന് അവരെ പാർട്ടി പറഞ്ഞിട്ട് പോലും ആ മേയറെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ? കഴിവില്ലെങ്കിൽ, യോഗ്യതയില്ലെങ്കിൽ, അവർ പാർട്ടിക്കും ജനത്തിനും ബാധ്യതയാണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും അവരെ തന്നെ തുടരാൻ അനുവദിക്കുകയാണ്. പിന്നെ വേറൊരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് പത്രങ്ങളിൽ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ ഏതോ ഒരു വ്യവസായി കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യവസായി അമിത്ഷായുടെ മകൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് അമ്പലങ്ങളിൽ തൊഴിലിക്കാൻ കൊണ്ടുപോകുന്നതും അവരാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലായി. അമിത്ഷായുടെ മോന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, പിണറായി വിജയൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം, ഇനി ഈ മേയറും എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ഒരേ ആൾക്കാരാണ്. ഇതെല്ലാം ഭരണമാണ് ഇവർ നടത്തുന്നത്. നമുക്കറിയാമല്ലോ, LDF കൺവീനറിൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ വെറുതെ വന്നപ്പോൾ ഒന്ന് കയറി പോയത് നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള പ്രകാശ് ജാവ്ദേക്കർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം, ഇവർ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ജനങ്ങളെ വിട്ടിയാക്കുന്ന തരത്തിലാണ്. ഇവർ തമ്മിൽ എല്ലാ തരത്തിലുമുള്ള ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ഇവർ വോട്ട് മറിച്ച് അങ്ങോട്ട് കൊടുക്കും, തിരിച്ചിങ്ങനെ BJP അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കോളും. ഇതെല്ലാം ചെയ്തിട്ട് പ്രതിപക്ഷം ഞങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒന്നാണ് ഈ രണ്ടുപേരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ സംസ്ഥാനത്തിലെ അധികാരം എങ്ങനെയും ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലാവ്ലിൻ കേസ് അറിയാമല്ലോ. ഈ ഗവൺമെൻറ് പോകുന്നത് വരെ CBIയുടെ ഭാഗത്തു നിന്നും ഈ മുഖ്യമന്ത്രിക്കെതിരെ ലാവ്ലിൻ കേസിൽ ഒരു നടപടി ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഐക്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഈ സംസ്ഥാനത്തും ഈ നഗരസഭയിലും ഒരു ഭരണമാറ്റം, അത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ പാർട്ടികൾ എന്ന് കടന്നു വരുമ്പോൾ അപ്പോഴേ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും.